ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയിലെ തൊഴിലവസരങ്ങളെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓൾറെഡി ഞാൻ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പല വീഡിയോസിലും പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പലരും ഇപ്പോഴും ഈ പറയുന്ന റെയിൽവേ പരീക്ഷകളെ പറ്റിയിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് റെയിൽവേ പരീക്ഷകളും അതിൻ്റെ അവസരങ്ങളെ പറ്റിയിട്ടും വ്യക്തമായിട്ടൊരു ധാരണയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഒന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ റെയിൽവേയിൽ എത്ര അവസരങ്ങളാണ് ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷനുമായിട്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്ത്യൻ റെയിൽവേയിലെ തൊഴിലവസരങ്ങളായിക്കോട്ടെ, ഏതൊരു സർക്കാർ ജോലി ആയിക്കോട്ടെ, എന്തിനാണ് നിങ്ങൾ സർക്കാർ ജോലി സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള PSC പരീക്ഷകളോ SSC പരീക്ഷകളോ RRB പരീക്ഷകളോ ബാങ്ക് എക്സാംസോ എഴുതി അതിൻ്റെ പുറകെ പോകുന്നത്? ഒന്ന്, സ്ഥിര വരുമാനം എന്ന് പറയുന്നൊരു സംഭവമാണ്. ഈ വീഡിയോ കാണുന്ന ആളുകൾ, ഈ വീഡിയോ എടുക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? സ്ഥിരതയുള്ളൊരു വരുമാനം, അവനവൻ്റെ കുടുംബത്തിന് ഒരു അത്താണിയാവുക, അല്ലെ, സ്ഥിരതയുള്ളൊരു വരുമാനം ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ വരുന്ന ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്, അല്ലെ, സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അപ്പോൾ ആ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുക, ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പലരും എന്ത് ചെയ്യുന്നത്, ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഒരു മേഖലയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. അവിടെ നമ്മൾ ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണു എന്നുള്ളതും, എപ്പോൾ പ്രിപ്പറേഷൻ ആരംഭിക്കുന്നു എന്നുള്ളതും, എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതെല്ലാം ആ ജോലിയിൽ എത്തിപ്പെടാനായിട്ട് കാരണമായി മാറുന്നുമുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ റെയിൽവേ ജോലികൾക്ക് വേണ്ടി പഠിക്കണം എന്നുള്ളതും, അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളതും, എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോബ് സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഈ ജോബ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. നാളെ നമ്മൾ ഇന്ന് ഉറങ്ങി നാളെ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾ ജോലി ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് നിങ്ങൾ തള്ളപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥ കുറച്ച് ഭയാനകമാണ്, അല്ലേ? അപ്പോൾ അവിടെ സ്ഥിരതയുള്ള ഒരു ജോലി എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളൊരു സംഭവമാണ്. രണ്ടാമത്തെ കാര്യം ശമ്പളമാണ്. പ്രത്യേകിച്ച് റെയിൽവേ ജോലി അല്ലെങ്കിൽ SSC പോലെയുള്ള കേന്ദ്ര സർക്കാർ ജോലികൾക്ക് ശമ്പളം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അറിയാത്ത കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന സാലറിയേക്കാൾ കൂടുതലാണ് കേന്ദ്ര സർക്കാർ ജോലികൾക്ക്. അപ്പോൾ കേന്ദ്ര സർക്കാരിൽ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല വരുമാനമുള്ള ഒരു ജോലി ആയിരിക്കും എന്നുള്ളൊരു സാധ്യത കൂടെ അവിടെയുണ്ട്. മാത്രമല്ല അതിൻ്റെ കൂടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, ഇൻഷുറൻസ് പോലെയുള്ള ആനുകൂല്യങ്ങൾ. ഇൻഷുറൻസിന് ഞാൻ എടുത്തു പറയാൻ കാരണം പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ അത്ര ചെറുപ്പം കുട്ടികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. കുറച്ച് പ്രായം ചെന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ലേറ്റ് 20s ഏർലി 30s ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളാണ് വീട്ടിലെ ബ്രെഡ് വിന്നർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും ഈ പറഞ്ഞ പോലെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന സമയത്ത് പോക്കറ്റിൽ കാശുണ്ടോ, കടം വാങ്ങിക്കാൻ ഓടണോ, ഗോൾഡ് കൊണ്ടുവയ്ക്കണോ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ അവിടെ ഈ ഇൻഷുറൻസ് ക്ലെയിം ഉണ്ടെങ്കിൽ, അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എന്താണ് ഈ പറഞ്ഞ പോലെ ഒരു അനുഗ്രഹമായിട്ട് തോന്നുന്നൊരു സമയമാണ്. അപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ജോലി അല്ലെങ്കിൽ പൊതുവിൽ സർക്കാർ ജോലികളിലേക്ക് ആളുകൾ ഇറങ്ങി ചെല്ലുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം അതാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ പോട്ടെ, ഇൻഷുറൻസ് എന്നുള്ള കാര്യം എല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളൊരു ലോണിന് അപ്ലൈ ചെയ്യണം. നിങ്ങളൊരു പ്രൈവറ്റ് ഫേമിൽ ജോലി ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു അൺഓർഗനൈസ്ഡ് സെക്ടറിൽ, വ്യക്തമായിട്ടുള്ള ഒരു ഇതില്ലാത്ത ഒരു അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു വീട് പണിയണം, ഒരു വണ്ടി വാങ്ങിക്കണം, നിങ്ങൾ ലോണിന് അപ്ലൈ ചെയ്തു. ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ബാങ്കിലോ എവിടെയെങ്കിലും ലോണിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് ഈട് വെക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നാണ്, അല്ലേ? നിങ്ങളുടെ കയ്യിൽ ഒന്നല്ലെങ്കിൽ വീടിൻ്റെ ആധാരം കൊണ്ടുവയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ ഗോൾഡ് കൊണ്ടുവയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് കൊണ്ടുവയ്ക്കേണ്ടി വരും. അപ്പോൾ അവിടെയും സർക്കാർ ജോലിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ആനുകൂല്യങ്ങളെല്ലാം ലഭ്യമാവുന്നതാണ്. അപ്പോൾ പൊതുവിൽ ജോലി, സുരക്ഷ, ശമ്പളം, സമാധാനം, ഇതെല്ലാം, സമാധാനം ഇൻ ദ സെൻസ് സാമ്പത്തികമായിട്ടുള്ളൊരു ഭദ്രത, ഇതെല്ലാം ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ജോലി ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. അഗെയിൻ, റെയിൽവേയിൽ ഈ അവസരങ്ങൾ വർഷാവർഷം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ പലരും ഇതറിയുന്നില്ല, പലരും ഇതിനെപ്പറ്റി കേൾവി പോലും ഇല്ലാത്ത കുട്ടികളാണ്. എന്താണ് പരീക്ഷ എന്നോ, എത്ര പരീക്ഷകൾ നടക്കുന്നുണ്ടെന്നോ, എത്രത്തോളം വേക്കൻസികൾ എല്ലാ വർഷവും വരുന്നുണ്ടെന്നോ എന്താണെന്നും മനസ്സിലാക്കാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ ഇത്രയും ഒരു ദൈർഘ്യമേറിയ ഒരു ഇൻട്രോ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പിന്നിൽ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ കൂടെയുണ്ട്. ഒന്ന്, ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ പുറത്തിറങ്ങിയിട്ടുള്ള റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഒരു സർക്കുലറാണ്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഥവാ PIBയിൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഒരു സർക്കുലർ ഞാൻ നിങ്ങളവിടെ പരിചയപ്പെടുത്താം. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, അത് സംശയമുള്ളവർക്ക് അതിനകത്ത് കയറി നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഞാൻ അതിൻ്റെ സമ്മറി ആയിരിക്കും ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം.
രണ്ടാമത്തെ കാര്യം, പുറത്തിറങ്ങിയിട്ടുള്ള ആനുവൽ കലണ്ടർ, 2026 ആനുവൽ കലണ്ടർ, 2026 റെയിൽവേയിൽ നടക്കാൻ പോകുന്ന തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ റെയിൽവേ നടത്താൻ പോകുന്ന പരീക്ഷകളുടെ ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ള ആനുവൽ കലണ്ടർ. നമ്മൾ സ്കോർ റെയിൽവേ മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഇത് 3ാമത്തെ ആനുവൽ കലണ്ടറാണ്. മനസ്സിലാക്കേണ്ട കാര്യം, 3 വർഷങ്ങളായി റെയിൽവേ കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. 3 വർഷങ്ങളിലും കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്ന പരീക്ഷകളിൽ നമ്മുടെ അക്കാഡമിയിൽ നിന്നും പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നു? ജോലിയിൽ കയറുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ജീവിത സാഹചര്യത്തിലേക്ക്, ആ ഒരു ജീവിത നിലവാരത്തിലേക്ക് എന്ത് ചെയ്യുന്നു? അവർ എത്തിപ്പെടുന്നു. 2026 എന്ന് പറയുന്ന വർഷം ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടേതായിരിക്കാം. അത് നിങ്ങളുടേതാവുന്നതിന് വേണ്ടി നിങ്ങൾ ഇപ്പോഴേ ശ്രമിച്ചു തുടങ്ങുക. അതിനെന്ത് വേണം? അവസരങ്ങൾ പാഴാക്കാതെ മുന്നോട്ട് പോകണം. ഇത് മനസ്സിലാക്കി തരിക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനിയും സമയം കളയാതെ തന്നെ കാര്യത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ആ ഒരു സർക്കുലറും 2026 ആനുവൽ കലണ്ടറും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒന്ന് നോക്കി കാണുന്നുണ്ടാവും. അപ്പോൾ അതിലെ ഏറ്റവും ആദ്യം മിനിസ്ട്രി ഓഫ് റെയിൽവേസിൻ്റെ സർക്കുലറിലേക്ക് തന്നെ നമുക്ക് കടക്കാം. ആ സർക്കുലറിൻ്റെ സമ്മറിയാണ് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യം പറയുന്ന പോയിന്റ്, ടോട്ടൽ വേക്കൻസീസ് 1,20,579 തൊഴിലവസരങ്ങൾ 2024 25 കലണ്ടർ പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്? അത്രയും വേക്കൻസീസ് ഇന്ത്യൻ റെയിൽവേ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. 1,20,000 ആളുകൾക്ക് ജോലി 2 വർഷം കൊണ്ട് റെയിൽവേക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു എന്നാണ് പറയുന്നത്. ആൻഡ് അതിൽ തന്നെ ഏകദേശം 59,678, അതായത് ഇതിന്റെ പകുതിയോളം ആളുകളിൽ അല്ലെങ്കിൽ പകുതിയോളം ഒഴിവുകളിലേക്ക് ഓൾറെഡി എന്ത് ചെയ്തു? ആളുകൾ കയറി, അതിലേക്കുള്ള എക്സാംസ് ഓൾറെഡി കംപ്ലീറ്റഡ് ആയി എന്നാണ് പറയുന്നത്. അത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ, ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഗ്രേഡ് 3 പരീക്ഷ, ജൂനിയർ എഞ്ചിനീയർ എക്സാം, RPF SI RPF കോൺസ്റ്റബിൾ എക്സാം, NTPC ഗ്രാജുവേറ്റ് ലെവൽ, NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആൻഡ് ഗ്രൂപ്പ് ഡി എക്സാം, അത്രയും പോസ്റ്റുകളിലേക്കുള്ള എക്സാംസ് CBTs എന്ത് ചെയ്യണം? നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അതിനകത്ത് പറയുന്നുണ്ട്. ഇനി ഹ്യൂജ് പാർട്ടിസിപ്പേഷൻ, ഏകദേശം ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഈ പറയുന്ന പരീക്ഷകൾക്ക് വേണ്ടി പങ്കെടുക്കുന്നത്. 140 പരം സിറ്റികളിലായിട്ടാണ് ഈ പറയുന്ന എക്സാമുകൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഏകദേശം 15 ഭാഷകളിൽ മൾട്ടിപ്പിൾ ലാംഗ്വേജസിലായിട്ടാണ് ഈ പരീക്ഷ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ എഴുതേണ്ട കുട്ടികൾക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. മലയാളത്തിൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ മലയാളം മീഡിയം ആണ്, കേന്ദ്ര സർക്കാർ ജോലി എനിക്ക് പറ്റുമോ എന്ന് ആലോചിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ, ഒരു റീജിയണൽ ഭാഷകളിൽ എന്ത് ചെയ്യുന്നു? പ്രാദേശിക ഭാഷകളിലും എന്ത് ചെയ്യുന്നുണ്ട്? അവർ പരീക്ഷകൾ നടത്തുന്നുണ്ടെന്നുള്ള കാര്യം റെയിൽവേ മന്ത്രാലയം ഈ സർക്കുലറിനകത്ത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആൻഡ് അപ്കമിങ് ആൻഡ് നോട്ടിഫൈഡ് ജോബ്സ് ഇൻ 2025, ഈ സർക്കുലറിനകത്ത് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 2025 ഞങ്ങൾ ഓൾറെഡി ഒരു കലണ്ടർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ കലണ്ടർ പ്രകാരം എന്ത് ചെയ്യുന്നു? നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. 2025 നോട്ടിഫിക്കേഷൻ പ്രകാരം ഇതുവരെ പരീക്ഷയൊന്നും കണ്ടക്ട് ചെയ്തിട്ടില്ല. പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യും. കാരണം എന്താണ്? അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെയും ടെക്നീഷ്യൻ ഗ്രേഡ് 1 ടെക്നീഷ്യൻ ഗ്രേഡ് 3 പാരാമെഡിക്കലിന്റെയും സെക്ഷൻ കൺട്രോളറിന്റെയും 4 പരീക്ഷകളുടെയും 2025 നോട്ടിഫിക്കേഷൻ വന്ന ആദ്യത്തെ 4 നമ്പർ ഓഫ് നോട്ടിഫിക്കേഷൻസിന്റെയും അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഓൾറെഡി കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നിലവിൽ ഗ്രൂപ്പ് ഡി എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ജനുവരി 15 ശേഷം, മോസ്റ്റ് പ്രോബ്ലി ജനുവരി 15 ശേഷമായിരിക്കും ഈ പരീക്ഷകൾ കണ്ടക്ട് ചെയ്യാനുള്ള സാധ്യത. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇടയിൽ നടത്താം. പക്ഷേ ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് തന്നെ മോസ്റ്റ് പ്രോബ്ലി ജനുവരി 15 ശേഷമായിരിക്കാം ഈ പറഞ്ഞ പരീക്ഷകൾ. ജനുവരി മാസം എന്തായാലും നിങ്ങൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റും ഗ്രേഡ് 1 ഗ്രേഡ് 3 ഒക്കെ എക്സ്പെക്ട് ചെയ്തേ പറ്റൂ. ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ അത്രയും തന്നെ സ്പീഡപ്പ് ചെയ്ത് പഠിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ സർക്കുലറിനകത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങളുടെ പ്രധാനപ്പെട്ട സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇത് ഫസ്റ്റ് സ്റ്റേജിൽ പരീക്ഷ എഴുതിയിട്ടുള്ള കുട്ടികളുടെ എണ്ണം, എത്ര സിറ്റികളിൽ പരീക്ഷ നടത്തിയിട്ടുണ്ട്, എത്ര ഭാഷകളിൽ പരീക്ഷ നടത്തിയിട്ടുണ്ട്, ഓരോ പോസ്റ്റിൻ്റെയും ഒഴിവുകൾ എത്ര, ഇത് റെയിൽവേ മന്ത്രാലയം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ പറയുന്ന സർക്കുലറിനകത്ത് കൊടുത്തിട്ടുള്ള ഡാറ്റയാണ്. അപ്പോൾ അതിൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് 18,799 ആണ്. ഞാൻ പറയുന്നത് 2024 കലണ്ടർ പ്രകാരം 18,799, അപ്രോക്സിമേറ്റ്ലി 18,800 ഒഴിവുകൾ കഴിഞ്ഞ വർഷം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന് ഉണ്ടായിരുന്നു. അതിലേക്ക് അപ്ലൈ ചെയ്ത കുട്ടികളുടെ എണ്ണം 18 ലക്ഷം ആളുകളാണ്. 156 നഗരങ്ങളിൽ 15 ഭാഷകളിലായിട്ടാണ് CBT 1 ടയർ 1 എക്സാമിന്റെ കാര്യമാണ് പറയുന്നത്, ടയർ 1 പരീക്ഷ കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഈ പറയുന്ന 18,40,347 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീറ്റിലേക്ക് ടയർ 1 പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 98 ആണ്. അതായത് 100 കുട്ടികളോളമാണ് ഒരു സീറ്റിന് വേണ്ടി മത്സരിച്ചിരുന്നതെന്ന് സാരം.
ഓക്കെ, ഇനി രണ്ടാമത്തെ പരീക്ഷയായിട്ട് കൊടുത്തിരിക്കുന്നത് ടെക്നീഷ്യനാണ്. ടെക്നീഷ്യൻ എന്ന് പറയുമ്പോൾ ഇവിടെ അവർ ഗ്രേഡ് 1-ൻ്റെയും അതുപോലെ തന്നെ ഗ്രേഡ് 3-യുടെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഒഴിവാണ് കൊടുത്തിരിക്കുന്നത്. 14,298 ഒഴിവുകൾ, 26 ഏകദേശം 27 ലക്ഷം ആളുകൾ 139 നഗരങ്ങളിലായിട്ട് പരീക്ഷ കണ്ടെത്തിയപ്പോൾ അതിൻ്റെ കോമ്പറ്റീഷൻ വന്നത് ഒരു സീറ്റിലേക്ക് 188 പേര് എന്നുള്ള നിലയിലാണ്. ഇനി ജൂനിയർ എഞ്ചിനീയർ എക്സാം, നമ്മുടെ ഏറ്റവും കൂടുതൽ ഈ കുട്ടികൾ നമ്മൾ കഴിഞ്ഞ വർഷം ജോലിയിൽ കയറിയിട്ടുള്ള ഒരു എക്സാം കൂടിയാണ് ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത്. ഏകദേശം 8,000 ഒഴിവുകൾ, 7,951 ഒഴിവുകൾ. ഏറ്റവും കൂടുതൽ കുട്ടികൾ കയറി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ടെക്നീഷ്യൻ ഗ്രേഡ് 3, ഗ്രേഡ് 1, ജൂനിയർ എഞ്ചിനീയർ ഈ 3 പരീക്ഷകളുടെയാണ് ഫൈനൽ സ്റ്റേജ് കഴിഞ്ഞ് DV കഴിഞ്ഞ് അപ്പോയിൻമെന്റ് ലെറ്റർ കയ്യിൽ കിട്ടി തുടങ്ങിയിട്ടുള്ളൂ. ലോക്കോ പൈലറ്റിൻ്റെ ഒക്കെ ഇപ്പോൾ പാനൽ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. അതിൽ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് സ്ട്രീമിൽ നിന്ന് മാത്രം നമ്മളെ തന്നെ കുട്ടികൾ 10-15 കുട്ടികളിലധികം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ജോലികളിൽ കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 11 ലക്ഷം ആളുകളാണ് അപ്ലൈ ചെയ്തത്. 146 നഗരങ്ങളിലായിട്ട് പരീക്ഷ നടത്തിയപ്പോൾ കോമ്പറ്റീഷൻ വന്നത് 138 പെർ സീറ്റാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി RPF SI ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്ന RPF SIക്കാണ്. കാരണം 452 ഒഴിവുകളിൽ 15 ലക്ഷം ആളുകൾ മത്സരിച്ചപ്പോൾ ഒരു സീറ്റിലേക്ക് 3,400ഓളം ആളുകളാണ് എന്ത് ചെയ്തത്, മത്സരം കാഴ്ചവെച്ചത്. RPF കോൺസ്റ്റബിൾ ആണെന്നുണ്ടെങ്കിൽ 4,208 ഒഴിവുകൾ, 45 ലക്ഷം ആളുകൾ മത്സരിച്ചു. ഏകദേശം 1,076 പേര് ആണ് ഒരു സീറ്റിലേക്ക് വന്നത്. പാരാമെഡിക്കൽ 7 ലക്ഷം ആളുകൾ അപ്ലൈ ചെയ്തു. 143 നഗരങ്ങളിലായിട്ട് വന്നപ്പോൾ 514 പേരാണ് പെർ സീറ്റ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാം 58 ലക്ഷം ആളുകളാണ് അപ്ലൈ ചെയ്തത്. ഒഴിവ് 8,000 ആയിരുന്നു. ഒരു സീറ്റിലേക്ക് 720 പേര് വെച്ച് മത്സരിച്ചു. ഞാൻ ഇവിടെ കമ്മ്യൂണിറ്റി വൈസ് ചാർട്ടൊന്നും കാണിക്കുന്നില്ല. ഒരു ഓവറോൾ എന്താണ് പെർ സീറ്റ് കോമ്പറ്റീഷൻ മാത്രമാണ് കാണിക്കുന്നത്. ഓരോ കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളുടെ ലിസ്റ്റും RRB പലപ്പോഴും അത് ഇൻഡിവിജ്വൽ RRBs ആണ് ഇറക്കിയിട്ടുള്ളത്. നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനത് ഓൾറെഡി ട്രിവാൻഡ്രത്തിൻ്റെ ഒക്കെ വെച്ചിട്ട് പല വീഡിയോസിന് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. NTPCയുടെ കേസിൽ കേട്ടോ. അണ്ടർ ഗ്രാജുവേറ്റ് 3,445 ഒഴിവിലേക്ക് 63 ലക്ഷം ആളുകൾ മത്സരിച്ചപ്പോൾ ഏകദേശം ഒരു സീറ്റിലേക്ക് 1,800 പേര് വെച്ചിട്ടാണ് മത്സരിച്ചത്. ഇനി മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറി 1,036 ഒഴിവുകളാണ് ഉണ്ടായിരുന്നത്. 4,46,000 പേരാണ് എന്ത് ചെയ്തത്, അപ്ലൈ ചെയ്തത്. ഒരു സീറ്റിലേക്ക് 430 പേര് വെച്ചിട്ട് എന്ത് ചെയ്തു, മത്സരിച്ചു. അപ്പോൾ ഇത്രയുമാണ് കോമ്പറ്റീഷൻ ലെവല്. ഇതിൽ ഒരാൾ ആയി വന്നാൽ നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. ഇത് CBT 1-ൻ്റെ കേസാണ്. ഇതേ സൈറ്റിൽ തന്നെ CBT 2-ൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള കോമ്പറ്റീഷൻ ലെവലും അതിൻ്റെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ ടയർ 2 18,799 ഒഴിവുകളിലേക്ക് വന്നപ്പോൾ 2,66,000 പേരെ എന്ത് ചെയ്തു, പരീക്ഷ എഴുതിപ്പിച്ചു. അപ്രോക്സിമേറ്റ്ലി 15 പേര് ഒരു സീറ്റിലേക്ക് മത്സരിച്ചു. ജൂനിയർ എഞ്ചിനീയർ എക്സാം 1,17,339 പേരെ കൊണ്ട് CBT 2 എഴുതിപ്പിച്ചു. 15 പെർ സീറ്റാണ് കോമ്പറ്റീഷൻ വന്നത്. NTPC ഗ്രാജുവേറ്റ് ലെവലിലും 15 പെർ സീറ്റാണ് കോമ്പറ്റീഷൻ വന്നത്. 1,21,000 പേര് NTPC ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയ്ക്കും എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ 15 പെർ സീറ്റ് എന്നുള്ളത് ഓൾറെഡി എവിടെ കൊടുത്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ നോട്ടിഫിക്കേഷനിലും അവർ പറയുന്ന കാര്യമാണ്. വേക്കൻസിയുടെ 15 ഇരട്ടി ആളുകളെയാണ് CBT 2 അവർ എഴുതിപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്രോക്സിമേറ്റ്ലി 15 പെർ സീറ്റ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്രോക്സിമേറ്റ് എന്ന് ഞാൻ പറയാൻ കാരണം നിങ്ങൾക്ക് തന്നെ ഇത് ഡിവൈഡ് ചെയ്ത് നോക്കി കാണാനായിട്ട് സാധിക്കും. ആദ്യത്തേൽ ഏതാണ്ട് 14 പോയിന്റ് സംതിങ് ആണ് വരുന്നത്. രണ്ടാമത്തേൽ 14.5 വരുന്നു. ഇതിന് 15.01 വരുന്നു. അപ്പോൾ ആ രീതിയിലാണ് വരുന്നത്. നമ്മൾ അപ്രോക്സിമേറ്റ്ലി 15 പെർ സീറ്റ് എന്ന് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് സെക്കൻഡ് സ്റ്റേജിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ്റെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അപ്കമിങ് നോട്ടിഫിക്കേഷൻസ്, അതും വ്യക്തമായിട്ട് ഈ പറയുന്ന റെയിൽവേ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി ഇതിൽ വരാനുള്ളത് ഏതാണ്, ലെവൽ 1 അഥവാ ഗ്രൂപ്പ് D നോട്ടിഫിക്കേഷൻ ആണ്. ഗ്രൂപ്പ് D എക്സാം നടന്നുകൊണ്ടിരിക്കല്ലേ സാർ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് D നോട്ടിഫിക്കേഷൻ ഏത് വർഷത്തെ, 2025 വർഷത്തെ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 2024 എക്സാമിൻ്റെ പരീക്ഷയാണ്. കേസിൽപ്പെട്ടുകൊണ്ട് നീണ്ടുപോയ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നമ്മുടെ ചാനൽ തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഞാൻ അതിലേക്ക് ആവർത്തിക്കുന്നില്ല. ആ പരീക്ഷയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒഴിവുകളും വളരെ വ്യക്തമായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വന്ന സമയവും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടോട്ടൽ ഒഴിവുകൾ ഇപ്പോൾ ഇതുവരെ ഉള്ള 7 നോട്ടിഫിക്കേഷനിൽ ടോട്ടൽ ഒഴിവുകൾ എത്രയാണ്, 28,500 ഒഴിവുകളിലേക്കാണ് 2025 വിത്തൗട്ട് ഗ്രൂപ്പ് ഡിയുടെ ഒഴിവുകൾ നമ്മൾ പരിഗണിക്കാതെ വരികയാണെങ്കിൽ 28,500 ഒഴിവുകളിലേക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. 2024 എത്ര കുട്ടികൾക്കാണ് അല്ലെങ്കിൽ എത്ര വേക്കൻസീസിലേക്കാണ് എക്സാം കണ്ടക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 90,000-ൽ പരം വേക്കൻസീസിലേക്ക് 2024 പരീക്ഷ കണ്ടക്ട് ചെയ്തു. 2025 ഇതുവരെ വന്ന നോട്ടിഫിക്കേഷൻസിൽ 28,500ഓളം ഒഴിവുകളിലേക്കാണ് എക്സാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ്
സന്തോഷ വാർത്ത മറ്റൊന്നുമല്ല, ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ഇന്നലെ വേക്കൻസി ചാർട്ട് ഓൾറെഡി ഒരെണ്ണം പുറത്ത് വന്നിട്ടുണ്ട്. കാണാത്ത കുട്ടികൾ നമ്മുടെ ഈ വേക്കൻസി ചാർട്ട് ഒന്ന് നോക്കുക. ഇത് ഒഫീഷ്യൽ ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ RRBയുടെ സൈറ്റിൽ ഇത് വന്നിട്ടില്ല. ഏകദേശം 22,000 ഒഴിവുകളിലേക്കാണ് 2025 അപ്രൂവ്ഡ് വേക്കൻസി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. 2025 അപ്രൂവ്ഡ് വേക്കൻസി 12/12/2025 പുറത്തിറങ്ങിയിട്ടുള്ള നോട്ടീസാണ്. 22,000 വേക്കൻസീസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 7 നോട്ടിഫിക്കേഷൻസിലെ 28,500 8ാമത്തെ നോട്ടിഫിക്കേഷനായിട്ട് വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി അതിൻ്റെ 22,000 കൂടെ ചേർത്താൽ ഏകദേശം എത്ര ഒഴിവ് കിട്ടി? 50,000-ൽ പരം ഒഴിവുകളാണ് 2025 എന്ന് പറയുന്ന ആ ഒരു വർഷം നോട്ടിഫിക്കേഷൻ മുഖാന്തരം റെയിൽവേയിൽ അവസരങ്ങൾ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എത്രയാണ് 2025 വരുന്നത്? 50,000-ൽ പരം അവസരങ്ങൾ. 2024 അവസ്ഥ എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2024 90,000-ൽ പരം ഒഴിവുകളിലേക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ എത്രയായിട്ട് മാറി? 50,000-ഓളമായി. വർഷാവർഷം പരീക്ഷ കണ്ടക്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യും? ഒഴിവുകൾ കുറയും. എന്നിട്ടും 50,000 ഒഴിവുകളിലേക്ക് 2025 എക്സാം കണ്ടക്ട് ചെയ്തു. അത്രയും ഒഴിവുകൾ റെയിൽവേ ഡിക്ലെയർ ചെയ്തു എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെ, ഇനി ആനുവൽ കലണ്ടർ 2026. ഇത്രയും സാഹചര്യങ്ങൾ നിലവിൽ ഇരിക്കെ, അതായത് 2025 50,000 ഒഴിവുകൾ വന്നിരിക്കുന്നു, 2024 90,000 ഒഴിവുകൾ വന്നിരിക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇരിക്കെയാണ് എന്ത് വന്നത്? 2026 അതായത് അടുത്ത വർഷത്തെ ആനുവൽ കലണ്ടർ പുറത്തിറക്കിയിരിക്കുന്നത് റെയിൽവേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കോർ റെയിൽവേ മലയാളം യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമുള്ള 3ാമത്തെ ആനുവൽ കലണ്ടറാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. 2024, 25, 26 ആനുവൽ കലണ്ടറിൽ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം ഉണ്ട്, ടെക്നീഷ്യൻ എക്സാം ഉണ്ട്, സെക്ഷൻ കൺട്രോളർ ഉണ്ട്. സെക്ഷൻ കൺട്രോളർ എക്സാം നമ്മൾ ഈ 2025 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ അടക്കം വിചാരിച്ചിരുന്നത് ഇത് 1 ടൈം ആണ്, അടുത്ത വട്ടം ഇനി NTPCയുടെ കൂടെ ആയിരിക്കും ഈ എക്സാം കണ്ടക്ട് ചെയ്യുക എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അല്ല, 2026 എന്ത് വരുന്നുണ്ട്? സെക്ഷൻ കൺട്രോളർ എക്സാം വരുന്നുണ്ട്, ജൂനിയർ എഞ്ചിനീയർ എക്സാം ഉണ്ട്, പാരാമെഡിക്കൽ കാറ്റഗറി വരുന്നുണ്ട്, NTPC ഗ്രാജുവേറ്റും NTPC അണ്ടർ ഗ്രാജുവേറ്റും വരുന്നുണ്ട്, മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡും ഉണ്ട്. 2026 എന്ത് വരുന്നുണ്ട്? ഗ്രൂപ്പ് ഡി എക്സാം വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ വർഷം വന്നിട്ടുള്ള 8 നോട്ടിഫിക്കേഷൻസും അടുത്ത വർഷം വരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, അടുത്ത വർഷം എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. 2024 നിന്നും ആകെ റെയിൽവേയുടെ കയ്യിൽ നിന്നും മാറിപ്പോയ പരീക്ഷകൾ RPF പരീക്ഷകൾ മാത്രമാണ്. RPFന്റെ SIയുടെയും RPFന്റെ കോൺസ്റ്റബിൾ പരീക്ഷകളും ഇനി മുതൽ SSC കണ്ടക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ബാക്കി എല്ലാ പരീക്ഷകളും RRB തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. 2026 ഇതുപോലെ ഒഴിവുകൾ വരും. അതിൽ ഏത് മാസമായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി ഇവിടെ അവരൊരു ടെൻറ്റേറ്റീവ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് എക്സാക്ട്ലി ഈ ഡേറ്റിൽ വരുമെന്നുള്ളതല്ല, ഞാൻ അതിന് കഴിഞ്ഞ വർഷത്തെ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് 2025 പുറത്തുവിട്ടുള്ള കലണ്ടറാണ്. ഞാൻ നേരത്തെ കാണിച്ചത് 2026 കലണ്ടറാണ്. 2024 ഒരു കലണ്ടർ വന്നു. അത് പ്രകാരം ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ 90,000-ൽ പരം ഒഴിവുകളിലേക്ക് എക്സാം കണ്ടക്ട് ചെയ്തു. 2025 കലണ്ടർ പുറത്ത് വന്നു. 2025 ഗ്രൂപ്പ് ഡി ഒഴികെ 7 നോട്ടിഫിക്കേഷൻസ് വന്നു. അത് ഏകദേശം 30,000-ഓളം ഒഴിവുകൾ, 28,500-ഓളം ഒഴിവുകളിലേക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു. ഇനി വരാനുള്ളത് 2025 ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷനാണ്. അത് 22,000 ഒഴിവുകൾ വരുമെന്നാണ് ഇപ്പം നിലവിൽ നമുക്ക് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഏകദേശം അപ്പോൾ 2025 50,000 ഒഴിവുകളുണ്ടായിരിക്കും, 50-ൽ പരം ഒഴിവുകളുണ്ടായിരിക്കും. ഇത് 2026 അടുത്ത വർഷത്തെ കലണ്ടറാണ്. ഈ അടുത്ത വർഷത്തെ കലണ്ടറിൽ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ള ഡേറ്റുകളാണ് അവർ കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു കമ്പാരിസൺ നോക്കാം. 2025 കലണ്ടർ വന്നപ്പോൾ അവർ പറഞ്ഞത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ നോട്ടിഫിക്കേഷൻ ജനുവരിയിൽ വരുമെന്നും ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ മാർച്ചിൽ വരുമെന്നും NTPC JEയുടെ നോട്ടിഫിക്കേഷൻ ജൂണിൽ വരുമെന്നും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷനും മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറിയുടെ നോട്ടിഫിക്കേഷൻ സെപ്റ്റംബറിൽ വരുമെന്നാണ്. ഇനി ആക്ച്വലി വന്നിട്ടുള്ള ഡേറ്റുകൾ നേരത്തെ റെയിൽവേ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ജനുവരിയിൽ വരുമെന്ന് പറഞ്ഞ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് മാർച്ചിലാണ് വന്നത്. അതുപോലെ തന്നെ മാർച്ചിൽ വരുമെന്ന് പറഞ്ഞിട്ടുള്ള ടെക്നീഷ്യൻസ് ജൂണിലാണ് വന്നിട്ടുള്ളത്. പാരാമെഡിക്കൽ, സെക്ഷൻ കൺട്രോളർ തുടങ്ങിയ എക്സാം ഒക്കെ സെക്ഷൻ കൺട്രോളർ കലണ്ടറിനകത്ത് ഉണ്ടായിരുന്നില്ല. 2025 കലണ്ടറിൽ ഉണ്ടായിരുന്നില്ല. പുതിയതായിട്ട് 2025 വന്നതായിരുന്നു. ഇത് ജൂലൈയിൽ വന്നു. ജൂണിലാണ് ജൂനിയർ എഞ്ചിനീയറും NTPCയും വരുന്നതെന്ന് പറഞ്ഞത്. അതെല്ലാം കൂടെ വന്നത് ഏത് മാസമാണ്? ഒക്ടോബർ മാസമാണ്. അപ്പോൾ അതിനകത്ത് അത്രയും ഒരു ഡിലേ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ആനുവൽ കലണ്ടറിൽ കൊടുത്തിരിക്കുന്ന ഈ ഡേറ്റുകൾ എന്തിനെ പറ്റിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ള ഡേറ്റുകളാണെന്നുള്ള കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഞാൻ കുറേ കാര്യങ്ങൾ, കുറേ ഡേറ്റുകൾ, കുറേ വേക്കൻസിയുടെ കാര്യമൊക്കെ പറഞ്ഞു. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ്? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. എന്തുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാറ്റർ ചെയ്യുന്നു? ഒന്നാമത്തെ കാര്യം, എല്ലാ വർഷവും നിങ്ങളുടെ മുന്നിലേക്ക് അവസരങ്ങൾ വരുന്നു.
എല്ലാ വർഷവും അവസരങ്ങൾ വരുന്നു. ലെവൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേ സ്കെയിൽ ഏറ്റവും താഴെയുള്ള കേന്ദ്ര സർക്കാരിലെ ഏറ്റവും താഴെ പേ സ്കെയിലുള്ള ജോലിയാണ്. സ്റ്റിൽ അതിൻ്റെ മിനിമം സാലറി നിങ്ങൾക്ക് എത്ര പൈസ കിട്ടും? ഏകദേശം 34,000-ൽ പരം സാലറിയാണ് ഒരു ലെവൽ 1 പോസ്റ്റിന് ചുരുങ്ങിയത്. ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ആനുകൂല്യങ്ങളെല്ലാം ഒഴികെയുള്ള ഒരു സാലറിയാണ് ഞാൻ പറയുന്നത്. 34,000 ഉള്ള സാലറി ഇപ്പം നിങ്ങൾക്ക് കിട്ടും. അവിടെ തൊട്ട് ലെവൽ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷൻ മാസ്റ്റർ പോലെയുള്ള ഗ്ലാമറസ് ജോലികൾ അടങ്ങുന്നത്. അതിൻ്റെ സാലറി നമുക്ക് അപ്രോക്സിമേറ്റ്ലി എത്ര വരും? 60,000 മുതൽ 70,000 രൂപ വരെ സാലറി ലഭിക്കുന്ന ജോലികൾ. എല്ലാ വർഷവും ഈ ഇത്രയും സാലറി ലഭിക്കുന്ന ജോലികളിലേക്ക് പരീക്ഷകൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1-1.5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള രീതിയിലാണ് പരീക്ഷകൾ കണ്ടക്ട് ചെയ്ത് വയ്ക്കുന്നത്. 1-1.5 വർഷമാണ് മാക്സിമം വരുന്നത്. അതിൽ ഏറ്റവും സ്പീഡിൽ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം ജൂനിയർ എഞ്ചിനീയർ എക്സാമാണ്. നോട്ടിഫിക്കേഷൻ ഇട്ട സമയത്ത് നിന്ന് ജോലിയിൽ കുട്ടികൾ കയറിയിട്ടുള്ള ഒരു ആവറേജ് സ്പാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷത്തിനുള്ളിൽ തന്നെ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്? ജോലിയിൽ കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി നല്ല ശമ്പളം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും സാലറി ലഭിക്കുന്ന ജോലികളാണ് ഇതിനകത്തുള്ളത്. ജോലിയിൽ സുരക്ഷയുള്ള ഒരു കാര്യം കൂടെയാണ് റെയിൽവേ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും അവസരങ്ങൾ വർഷാവർഷം നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാനിരിക്കുക. നിങ്ങൾ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള കുട്ടികളായിക്കോട്ടെ. ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ITI കഴിഞ്ഞവർ, ഡിപ്ലോമ കഴിഞ്ഞവർ, BTech MTech ഉള്ളവരെല്ലാം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അവസരങ്ങളുണ്ട്. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അവസരങ്ങളുണ്ട്. നിങ്ങൾ +2 കഴിഞ്ഞിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അവസരമുണ്ട്. നിങ്ങൾ 10 യോഗ്യതയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും റെയിൽവേയിൽ അവസരമുണ്ട്. അപ്പോൾ 10ാം ക്ലാസ് തൊട്ട് ഡിഗ്രി വരെ വ്യത്യസ്ത കോഴ്സുകൾ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും റെയിൽവേയിൽ അവസരങ്ങളുണ്ട്. വർഷാവർഷം പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു 1-1.5 വർഷം കൊണ്ട് നിങ്ങളുടെ കയ്യിൽ ജോലി കിട്ടുകയാണ്. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം 1.5 വർഷം എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ സമയം ഉൾപ്പെടെയുള്ള ഒരു കാലയളവാണ് ഞാൻ ഈ പറയുന്നത്. നല്ല ശമ്പളമുള്ള ജോലി സുരക്ഷയുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 3ാമത്തെ വർഷമാണ് ഇപ്പോൾ റെയിൽവേ ഇത്തരത്തിലൊരു കലണ്ടറുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അവസരങ്ങൾ ഇനിയും നിങ്ങൾ കാണാതെ പോകരുത്. എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അവസരങ്ങൾ മനസ്സിലാക്കി, ഒഴിവുകൾ മനസ്സിലാക്കി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് വേണ്ടി എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.